ബാർക്കോഴ കേസിൽ വിധിയെത്തിയിരിക്കുന്നു. ചർച്ച തുടരുമ്പോൾ ബാർക്കോഴ കേസിൽ മന്ത്രി മാണിക്കും ഉമ്മൻചാണ്ടിക്കും സർക്കാരിനും ഒക്കെ തിരിച്ചടിയാകുന്ന വിധിയാണ് കോടതിയിൽ നിന്ന് അല്പം മുമ്പ് ഉണ്ടായത്. കോടതി നിരീക്ഷിച്ച പല നിരീക്ഷണങ്ങളെ സംബന്ധിച്ചും വാദമുഖങ്ങളെ സംബന്ധിച്ചും ഉയരുന്ന ചർച്ചകളും വാദങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ ശരിവെക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പുരോഗമിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട രണ്ട് വാർത്തകൾ കൂടിയാണ് ഏറ്റവും പുതിയതായി എത്തിയത്. വിൻസൻ എം പോൾ തൽസ്ഥാനം ഒഴിയുന്നു അല്ലെങ്കിൽ അവധിയിലേക്ക് പോകുന്നു എന്ന കത്ത് സർക്കാരിന് സമർപ്പിച്ചിരിക്കുന്നു. ഈ വിധിയുടെ അടിസ്ഥാനത്തിലാണ് താൻ ഇത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നതെന്ന് വിൻസൻ എം പോൾ പരസ്യമായി മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു എന്നത് കൂടുതൽ പ്രസക്തമാക്കുന്നു. കീഴ്വഴക്കങ്ങൾക്ക് അപ്പുറത്തേക്ക് ഇപ്പോൾ ജേക്കബ് തോമസും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ADGP ജേക്കബ് തോമസും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. സത്യം ജയിച്ചു എന്നാണ് ആ ഉദ്യോഗസ്ഥനും പ്രതികരിച്ചിരിക്കുന്നത്. തീർച്ചയായും ശ്രീ ജോർജ് ജോസഫ്, കാര്യങ്ങൾ ഇങ്ങനെയെങ്കിൽ വളരെ വ്യക്തമാകുന്ന ചില സൂചനകളാണ് ഈ തുടരന്വേഷണത്തിൻ്റെ വാർത്തകൾ മുമ്പോട്ട് വെക്കുന്നത്. അല്ല, തുടരന്വേഷണം നല്ല കാര്യമാണ്. മാണി സാറ് പറയുകയും ചെയ്തു, ആ തുടരന്വേഷണത്തിൽ ഇനി എവിഡൻസ് കിട്ടണം എങ്കിൽ മാത്രമേ കോടതിക്ക് എന്തെങ്കിലും നടപടിയിലോട്ട് മുന്നോട്ട് പോകാനൊക്കെ ഉള്ളൂ. ഇപ്പം കൊടുത്തിരിക്കുന്ന ഫാക്ച്വൽ റിപ്പോർട്ട് കോടതി പരിശോധിച്ചപ്പോൾ അതിനകത്ത് ഒരു പ്രോസിക്യൂഷനുള്ള എവിഡൻസ് ഇല്ല. അതുകൊണ്ടാണ് കോടതി അത് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ തിരിച്ചു കൊടുത്തത്. ഇനി അതിനകത്ത് വരേണ്ട ഒരു വിജിലൻസ് ആംഗിളിൽ വരേണ്ട കുറ്റകൃത്യങ്ങൾക്കുള്ള എവിഡൻസ് കണ്ടെത്തണം. അതിനുള്ള സാധ്യത വളരെ മങ്ങിയായിട്ടാണ് ഞാൻ കാണുന്നത്. അതിന് ഈ ഒരു അന്വേഷണം നടത്തിയാൽ തന്നെയും അത് കണ്ടെടുക്കാനൊന്നും പറ്റും. കാരണം ഇതിനകത്ത് തൊണ്ടി മുതൽ കണ്ടെടുത്തേ വെക്കുള്ളൂ. മറ്റുള്ള കേസുകളെ പോലെ സാഹചര്യ തെളിവ് ഈ വിജിലൻസ് കേസിനകത്ത് പ്രസക്തിയല്ല. അതുകൊണ്ടാണ് വിജിലൻസ് കേസിലെല്ലാം നമ്മൾക്കറിയാം ഫിനോപ്തലിൻ ടെസ്റ്റ് അല്ലെങ്കിൽ പൊടിയിട്ട് പിടിക്കും കൈക്കൂലിക്കാരെ. അതിൻ്റെ ഡയറക്റ്റ് എവിഡൻസ് രണ്ട് ഗസറ്റർ ഓഫീസറിൻ്റെ സാന്നിധ്യത്തിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഡയറക്റ്റ് എവിഡൻസ് കിട്ടുന്നതാണ്. കാരണം വിജിലൻസ് അവിടുന്ന് കൊടുത്തയക്കുന്ന പണം ആ നോട്ടിൻ്റെ നമ്പർ FIRൽ എഴുതിയിട്ടാണ് അവർ കൊടുത്തയക്കുന്നത്. അത് തന്നെ വിക്ടീമിൻ്റെ അവിടുന്ന് അല്ലെങ്കിൽ പ്രതിയുടെ അവിടുന്ന് റിക്കവർ ചെയ്തെടുക്കുകയാണ് രണ്ട് ഗസറ്റർ. അപ്പം അതാണ് ഒരു വളരെ നിർണായകമായ തെളിവുകൾ പോലീസ് എടുക്കുന്നത്. ഈ മാണി കോഴ കേസിനകത്ത് എന്ത് തെളിവാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കോടതി കൊടുത്തിരിക്കുന്ന ഫാക്ച്വൽ റിപ്പോർട്ട് തെളിവുണ്ടായിരുന്നെങ്കിൽ കോടതി അത് സ്വീകരിച്ചുകൊണ്ട് കോടതിക്ക് പ്രോസിക്യൂഷൻ സ്റ്റെപ്പ് മുന്നോട്ട് കൊണ്ടുപോകും. അതിന് പകരം ഇൻസഫിഷ്യൻ്റ് എവിഡൻസ് ആയതുകൊണ്ടാണ് കോടതി ഫർദർ ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് ഇപ്പം വീണ്ടും അന്വേഷണ ഉദ്യോഗസ്ഥനെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. ആ അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥന് മാത്രമാണ് ആ തെളിവ് കിട്ടാൻ സാധ്യതയുള്ള വഴി കൂടെയൊക്കെ സഞ്ചരിക്കാനും അത് റിക്കവർ ചെയ്യാനും ഇനി സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് സുകേശൻ തന്നെ ആ കേസ് അന്വേഷിക്കാൻ. അല്ലെ, ഇനി സുകേശനെ സംബന്ധിച്ചിടത്തോളം വിജിലൻസ് ഡയറക്ടർക്ക് അദ്ദേഹത്തിൻ്റെ അന്വേഷണത്തിൻ്റെ കപ്പാസിറ്റി കുറവാണെങ്കിൽ വേറൊരാളെ മാറ്റിയേൽപ്പിക്കുന്നതിന് തടസ്സമില്ല അവിടെ. അപ്പോൾ സുകേശന് ഇതുവരെ സഞ്ചരിക്കുന്ന വഴിയിൽ നിന്ന് മാറി സഞ്ചരിക്കാൻ വേറൊരു പോലീസ് ഉദ്യോഗസ്ഥന് സാധിക്കുന്നുവെങ്കിൽ വിജിലൻസ് ഡയറക്ടർ അത് ഏൽപ്പിക്കാം. ആ വിവരം കോടതിയുടെ അനുവാദത്തോടെ ഇന്ന സാഹചര്യം കൊണ്ട് മാറ്റണമെന്ന് കോടതി അനുവാദം കൊടുക്കും. അപ്പോൾ ഇതിനകത്ത് ഫർദറായിട്ടൊരു എവിഡൻസ് വന്നെങ്കിൽ മാത്രമേ മാണി സാറിനെ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് അഡ്വക്കേറ്റ് സൂര്യ പറഞ്ഞിട്ടുണ്ട് നേരത്തെ. നമ്മൾ പല കാര്യങ്ങളും മാണി സാർ നേരത്തെ ഒരു പ്രസ് കോൺഫറൻസിൽ പറഞ്ഞു, ഒരു കേസിലെ പ്രതിയാണെന്ന് മാത്രം പറഞ്ഞ് അന്വേഷണം മുന്നോട്ട് പോകുമ്പം അദ്ദേഹത്തിനെ അത് പ്രതിയാക്കി നമുക്ക് കണക്കാക്കാൻ പറ്റില്ല, കുറ്റക്കാരനാണെന്ന് കണക്കാക്കാൻ പറ്റില്ല. എവിഡൻസ് വേണം ഇതിനകത്ത്. അതായത് ശ്രീ ജേക്കബ് ജോർജ്, അതായത് ഇങ്ങനെ ടവർ ലൊക്കേഷൻ 1, 2 ഈ പണം നൽകി എന്നതുമായി ബന്ധപ്പെട്ട ഡ്രൈവറുടെ നുണപരിശോധന, ഒപ്പം മറ്റ് സാഹചര്യ തെളിവുകൾക്ക് അനുകൂലമായ ഒട്ടേറെ ഘടകങ്ങൾ, ഇതൊക്കെയും പണം വിഡ്രോ ചെയ്തത് അടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ, ഇതൊക്കെയും ഒരുപക്ഷെ മാണിക്കെതിരെയുള്ള ഇത്തരത്തിലുള്ള സാഹചര്യ തെളിവുകളായി മാറണ്ടേ? ഒരുപക്ഷെ വില്ലേജ് ഓഫീസറോ ഒരു തഹസിൽദാരോ കൈക്കൂലി മേടിക്കുന്നത് പൊടിയിട്ട് പിടിക്കുന്നത് പോലെ അല്ലല്ലോ ഈ കാര്യങ്ങൾ. അതിൻ്റെ ഡെപ്തും അതിൻ്റെ ആഴവും ഒരുപക്ഷെ കോടതിക്കും ബോധ്യപ്പെടുത്താൻ കഴിയില്ലേ? അങ്ങനെ ഒരു സാധ്യതകളില്ലേ? ഇല്ല, ഇതിനകത്ത് ബൂട്ടി ഇതിനകത്ത് കൊടുത്ത പണം എങ്ങനെ പോയി എന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അത് ആരെ ഏൽപ്പിച്ചെന്നൊരു സാക്ഷി പറയുന്നത് ആ നോട്ട് കൊടുക്കുന്ന കണ്ടിട്ടില്ല, ഒരു പെട്ടിക്കകത്തായിട്ട് അങ്ങോട്ട് കയറിപ്പോകുന്ന കണ്ടെന്നാണ് അമ്പിളി പറയുന്നത്. അല്ലാതെ മാണി സാറ് അത് വാങ്ങിച്ചതായിട്ടോ ഇന്ന മുറിയിരിക്കുന്ന സമയത്താണ് ഇന്ന ആളാണ് കൊടുത്തതെന്നോ അദ്ദേഹം കണ്ടിട്ടില്ല. അവിടെ വന്നു പെട്ടിയായിട്ട് അങ്ങോട്ട് കയറിപ്പോയി. മാണി സാറിന് അവിടെ 100 സ്റ്റാഫ് ഉണ്ടല്ലോ, അവർക്ക് വാങ്ങിച്ചുകൂടെ? ആരാ വാങ്ങിച്ചതെന്ന് നമുക്ക് പറയാം. അതിനുള്ള എവിഡൻസ് ഇല്ല. അത് ഡയറക്റ്റ് എവിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ മാണി സാറിലെ ഒരു കുറ്റക്കാരനെന്ന് കണ്ടെത്താൻ കോടതിക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതിനെപ്പറ്റി വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ടായിരിക്കണം വിൻസൻ പോൾ ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ റിപ്പോർട്ടിനെ ഡിഫർ ചെയ്യാൻ കാരണം. കണ്ടെത്തിയിരിക്കുന്ന തെളിവുകളൊന്നും ഒരാളെ ശിക്ഷിക്കാനോ പ്രോസിക്യൂട്ട് ചെയ്യാനോ തക്കതായ തെളിവുകൾ സുകേശൻ കണ്ടെത്തിയിട്ടില്ല, സാധിച്ചിട്ടില്ല. അന്വേഷണം അവിടെ പാളിച്ച